ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാനിന്ന് നിങ്ങൾക്കൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം യൂട്യൂബ് ചാനൽ ഉള്ള ഒരാളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. അപ്പം അറിഞ്ഞുകൂടാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ സമയത്ത് അതിലെ ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാൻ തന്നെ ആയിരുന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ഫോണിൽ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാൻ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അങ്ങനെ 2 സബ്സ്ക്രൈബേഴ്സായിരുന്നു എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്നത്, ഒന്ന് ഞാനും ഒന്ന് എൻ്റെ ഹസ്ബൻഡും. അതിനുശേഷം ഞാൻ ആരോടും ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ നിന്ന് മാക്സിമം നമ്മൾ ആർക്കും നമ്മുടെ ചാനലിൻ്റെ ലിങ്കോ വീഡിയോസോ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ചാനലിന് ഏറ്റവും നല്ലത്. അത് നമ്മുടെ ചാനലിനെ മോശമായിട്ടൊരു രീതിയിൽ ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ ചാനലിലെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാനലിൽ വ്യൂസ് വരാനായിട്ട് ഉള്ള ചാൻസ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂടാനായിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത കാര്യം ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി കുറഞ്ഞത് ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ അങ്ങനെ കൃത്യമായിട്ടുള്ള സമയമൊന്നും വെച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു നല്ലതായിട്ട് എനിക്കൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ എടുത്ത് ഞാൻ അപ്പം തന്നെ അപ്ലോഡ് ആക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഞാൻ അത് അൺലിസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാനത് അപ്ലോഡ് ആക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് വീഡിയോ ഇടുന്ന ആളായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഷോർട്ട് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ആഴ്ചയിൽ 1-2 ദിവസം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ചിലവര് ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമായിരിക്കും ഷോർട്ട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ ചാനലിൽ ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തൊരു ചാനലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനൊക്കെ ഡെയിലി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവാതെ 2-3 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരുന്ന സമയത്ത് ഡെയിലി ഞാൻ 5-6 ഷോർട്ട് വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക്, എൻ്റെ അനുഭവം വെച്ചിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ, നമ്മുടെ ഓൺ വീഡിയോസിൽ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ വ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അതിലൂടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ടും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന പാട്ടും ഒക്കെ എടുത്തിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം നിങ്ങളുടെ സ്വന്തം ഓൺ വോയിസിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആദ്യത്തെ 1-2 ദിവസമൊന്നും വ്യൂസ് ചിലപ്പം അന്നൊന്നും വരില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന മ്യൂസിക് എടുത്തിട്ട് ഇടുന്നതിനേക്കാളും കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വോയിസിൽ ഇടുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടും. അത് 100% ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് വീഡിയോസ് എടുത്ത് പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ ഓൺ വോയിസിലുള്ള ഷോർട്ട് വീഡിയോസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് വേറൊരു ടിപ്പ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൺ വോയിസിൽ ഷോർട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ചാനലിന് വളരെ ഗുണവും ചെയ്യും, നിങ്ങളുടെ ചാനൽ ഗ്രോത്തും ഉണ്ടാവും. ഷോർട്ട് വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും. എനിക്ക് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് വരെ ഉണ്ടായിട്ടുണ്ട് ഓൺ വോയിസിൽ ചെയ്തിട്ട്. അപ്പോൾ
എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് ശ്രമിച്ചു നോക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.